ഹായ് ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിതാ പൊന്മുടി ഗസ്റ്റ് ഹൗസിനോട് ഒരു വലിയ ടാറ്റൊക്കെ പറഞ്ഞ് തിരിച്ച് ട്രിവാൻഡ്രത്തേക്കുള്ള ജേണി സ്റ്റാർട്ട് ചെയ്യണേ. അതുപോലെ ഇത് നമ്മുടെ പൊന്മുടി ട്രിപ്പ് ബ്ലോഗിന്റെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. ആദ്യത്തെ പാർട്സ് കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് വാ കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചാനലിലും കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പൊന്മുടിയിലേക്ക് ഇതുപോലൊരു ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, സ്റ്റേയും കൂടെ ചേർത്താണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ പൊന്മുടി ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ്. എന്താ പറയാ, എ വെരി നീറ്റ് ആൻഡ് ക്ലീൻ ഗസ്റ്റ് ഹൗസ് വിത്ത് എക്സലന്റ് ഹോസ്പിറ്റാലിറ്റി. ട്രൂലി കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. ക്ലീൻ റൂംസ് ആയാലും ശരി, പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ശരി, എല്ലാം കൂടി ഒരു പെർഫെക്റ്റ് സ്റ്റേ ആണ്. അതുകൊണ്ട് തന്നെ ഈ പൊന്മുടിയിലേക്ക് വന്ന ഒരു 1 ഡേ സ്റ്റേ ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും കേട്ടോ ഇവിടെ. നമ്മൾ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഒരു 11 മണിക്കാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ഒരു അരമണിക്കൂർ പോലും ആയിട്ടില്ല. അതിനു മുമ്പ് നമ്മളൊരു ബ്രേക്ക് എടുത്തു. വാമിക്കുട്ടിയും കൂടെ ഉള്ളപ്പോ ഇങ്ങനെ പതുക്കെ ബ്രേക്ക് ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഈ 2 വീലറിലെ പൊന്മുടി പോകാൻ ഒരു പ്ലാൻ ഇട്ട സമയത്ത് തന്നെ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഏട്ടനാണ് പറയുന്നത്, ഇല്ല ഒരു കുഴപ്പമില്ല, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സേഫ്റ്റി ഒക്കെ നോക്കിയിട്ട് വളരെ പതുക്കെ പോകാം, അതുപോലെ തന്നെ കറക്റ്റ് ബ്രേക്ക് ഒക്കെ കൊടുത്ത് പതുക്കെ പതുക്കെ വന്നാൽ മതി, നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്തത് ഏട്ടനാണ്. നല്ല കാറ്റാണ് ഗൈസ്, ഇവിടെ നല്ല വിജനമായ സ്ഥലം അല്ലേ. ഇവിടെ നിന്നൊരു പേരമരത്തിൽ ഞങ്ങൾക്കൊരു പേരയ്ക്ക കിട്ടി ഗൈസ്. നോക്കി 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 അവരച്ഛനും മോളോട് ആദ്യമേ വണ്ടി കയറി ആ വലിയ മരത്തിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നടന്നു വരാന്നൊക്കെ പറഞ്ഞെങ്കിലും നടന്നു തുടങ്ങിയപ്പോ കാണുന്നതാണല്ലോ നല്ല ദൂരമുണ്ട്. ഇതാ ഇരിക്കുന്നു നമ്മുടെ കേമി മോള്, എന്റെ ഹസ്ബൻഡിന്റെ ഫസ്റ്റ് വൈഫാണ് കേട്ടോ. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോ എന്റെ ദേഹത്ത് വല്ല തട്ടലോ മുട്ടലോ കിട്ടിയാല് അങ്ങനെ മൈൻഡ് പോലും ചെയ്യൂല. പക്ഷെ നമ്മുടെ കേമി മോളുടെ ദേഹത്ത് ചെറിയ പോറെല്ലാം കാണും പറ്റണം. വാമി ഇവിടെ കിടന്നങ്ങ് തകർക്കുകയാണ് കേട്ടോ. വലിയ വണ്ടിയൊന്നും വരാത്ത വഴി ആയതുകൊണ്ട് കുഴപ്പമില്ല. വണ്ടി വന്നാലും നമുക്ക് ദൂരെ കാണാൻ പറ്റും കേട്ടോ, അങ്ങനെ ഒരു ഗുണമുണ്ട്. ഏട്ടനുള്ള നേരം കൊണ്ട് മരത്തെ വലിഞ്ഞ് കയറിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടൊക്കെ തേയില ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കും കേട്ടോ. ഇവിടുത്തെ സാധാ ഫാക്ടറികളിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവരുന്ന തേയിലയാണ് കേട്ടോ ഇത്. നല്ല ഒറിജിനൽ സാധനമായിരിക്കും. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് കേട്ടോ നമ്മൾ ഹെയർ പിൻ ഇറങ്ങാൻ പോകുന്നത്. ഇത്രയും നേരം നമ്മൾ പൊന്മുടി മേഖലയിൽ തന്നെ നിന്ന് ഇങ്ങനെ കറങ്ങായിരുന്നു. ഇനിയാണ് നമ്മൾ ഹെയർ പിൻ ഇറങ്ങാൻ പോകുന്നത്. ഈ ഹെയർ പിൻ ഒക്കെ ഇറങ്ങി അങ്ങ് ചെല്ലുമ്പോഴാണ് കേട്ടോ നമ്മളിന്ന് ആദ്യം വന്ന സ്ഥലമില്ലേ, ഗോൾഡൻ വാലി, ആ ഒരു വാട്ടർഫോള്, ആ സ്ഥലം ഉള്ളത്. ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോഴും കയറണമെന്നും പറഞ്ഞിരുന്ന് ഇങ്ങനെ കുശുകുശുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇന്നലെ പോയപ്പോ തന്നെ മതിയായി. കാരണം വെറുതെ നിന്ന് എന്നെ വെള്ളത്തിൽ പിടിച്ച് മുക്കി ഞാൻ ആകെ പേടിച്ചു പോയി. എനിക്ക് പൊതുവെ വെള്ളത്തിൽ മുങ്ങുന്നൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. അങ്ങനെ ഇന്നലെ എന്റെ മൂഡ് അങ്ങനെ പോയതാണ്. അപ്പൊ ഇപ്പൊ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുശുകുശുക്കുന്നുണ്ട്. ഞാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ സോപ്പിടാൻ ആള് പണ്ടേ മിടുക്കനാണ്. ഇനി അടുത്ത ലീവിനല്ലേ വരാൻ പറ്റൂ, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ആൾ അവിടെ തന്നെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് തന്നെ. എവിടെയെങ്കിലും പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് എവിടെയൊക്കെ ബീച്ചുണ്ട്, എവിടെയൊക്കെ വാട്ടർഫോൾ ഉണ്ട്, എവിടെയൊക്കെ കുളമുണ്ട്, പുഴയുണ്ട് എന്ന് നോക്കി നടക്കുന്ന ഒരു സാധനമാണ് ഗേസ് ഇത്. എന്നിട്ട് പോകുന്ന വഴിക്ക് ഇതുപോലൊരു ബാഗും കരുതും, എവിടെയെങ്കിലും പോയി വെള്ളത്തിൽ ചാടി കഴിയുമ്പോൾ ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സ് ഇടാനെന്നും പറഞ്ഞിട്ട്. വീണ്ടും അതേ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് ഗേസ്. ഇന്നലെ വന്ന് ഒരു ഒരു മണിക്കൂറോളം വെള്ളത്തിൽ കിടന്നിട്ട് പോയതാണ്. മതിയാവാതെ വീണ്ടും വന്നിരിക്കുകയാണ് വെള്ളത്തിൽ ചാടാൻ വേണ്ടിയിട്ട്. വാമിക്കുട്ടി ഇതാ വെള്ളത്തിൽ ചാടാൻ റെഡി ആയി കഴിഞ്ഞു. ലാസ്റ്റ് വാമിക്കുട്ടിക്ക് ഒരു കമ്പനി എടുക്കാൻ വേണ്ടി ഞാനും ഇറങ്ങി ഗേസ്. ഈ കാണുന്ന ഷോ മാത്രമേ ഉള്ളൂ കേട്ടോ, ഒട്ടും ആഴമില്ല അവിടെ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വാമിക്കുട്ടിയുടെ പകുതി മാത്രമേ അവിടെ ആഴമുള്ളൂ. ഏട്ടൻ പോയി നിൽക്കുന്ന സ്ഥലത്തൊക്കെ അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ഞാനും വാമി പോവാനേ പോയില്ല. ഇന്നലെ കുറച്ചു നേരം അടുത്ത് നിന്ന് വന്ന് കളിച്ചതിന് വേണ്ടി എന്നെ പിടിച്ച് വെള്ളത്തിൽ തള്ളിയിട്ടു. അതുകൊണ്ട് ഇന്ന് ആ ഭാഗത്തേക്ക് ഞങ്ങൾ പോവാനേ പോയില്ല.
ഒരു ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോ തന്നെ അടുത്ത് പോയിരുന്നത് അത്ര പേടിച്ചിട്ടാട്ടോ. എപ്പോഴാ പിടിച്ച് മുക്കാന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു വിധം കരയ്ക്ക് കയറി കേസ്. അങ്ങനെ വെള്ളത്തിലെ കളിയും ഊഞ്ഞാലാട്ടവും ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ട്രിവാൻഡ്രത്തേക്കാണ് കേട്ടോ പോകുന്നത്. വാമിക്കുള്ള ബ്രേക്ക് എടുക്കാൻ പ്രോപ്പറായിട്ട് നിർത്തും എന്നുള്ളതല്ലാതെ വേറെ സ്ഥലങ്ങളിലേക്കെങ്ങും പോകുന്നില്ല. നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മളിത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ. ഇനി പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കണം, പിന്നെ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്കിനി വീട്ടിലെത്തിയിട്ട് കാണാം. ഫൈനലി അങ്ങനെ നമ്മളിത് വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരുപാട് ബ്രേക്ക് ഒന്നും എടുക്കേണ്ടി വന്നില്ല കേട്ടോ. വാമിക്കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിറകിൽ എന്റെ അടുത്ത് വന്നിട്ട് നല്ല ഉറക്കായിരുന്നു. വീട്ടിലെത്തിയപ്പോഴത്തേക്കും ആൾക്ക് നല്ല വിഷമായിട്ടോ. ഇനിയും വണ്ടിയിൽ പോകണം എന്നാണ് വാമിക്കുട്ടി പറഞ്ഞത്. അങ്ങനെ എന്തായാലും നമ്മുടെ ഈ ഒരു പൊന്മുടി ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അതുപോലെ നമ്മളുടെ ഈ വ്ലോഗ് കാണുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അതുപോലെ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു പൊന്മുടി ട്രിപ്പ് മാത്രമേ ഇവിടെ അവസാനിക്കുന്നുള്ളൂ. ബാക്കി ഒരുപാട് വിശേഷങ്ങളും യാത്രകളും ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ തന്നെ കാണും. അപ്പൊ അടിപൊളി ഒരു പുതിയ വ്ലോഗായിട്ട് ഞാൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.